ഹലോ ഫ്രണ്ട്സ്, ഞാൻ രണ്ടാഴ്ച മുമ്പ് എൻ്റെ ചാനലിനകത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ഈ evcX കൺട്രോളർ ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത അൾട്ടിമേറ്റ് 9ൻ്റെ ത്രോട്ടിൽ കൺട്രോളറാണ്. അത് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വണ്ടിയിൽ സ്റ്റോക്കിൽ വരുന്ന RPM എത്രയാണെന്ന് അറിയണ്ടേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അതിനായിട്ട് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കഴിഞ്ഞ വീഡിയോ ഞാൻ എൻ്റെ അൺബോക്സിങ് വീഡിയോ ഇട്ടപ്പോൾ ഭയങ്കര ഓഡിയോ പ്രോബ്ലം ഉണ്ടായിരുന്നു, ആൾക്കാരത് പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വരുന്ന RPM 750 RPM ആണ് വരുന്നത് സ്റ്റോക്കിൽ. അപ്പോൾ ഈ 750 നമുക്ക് ഈ അൾട്ടിമേറ്റ് 9 എന്ന് പറഞ്ഞാൽ ത്രോട്ടിൽ കൺട്രോൾ വയ്ക്കുമ്പോൾ എന്തൊക്കെ ഡിഫറൻസ് വരുന്നു എന്ന് നമുക്ക് നോക്കാൻ വച്ചതിന് ശേഷം അതിനായിട്ട് നമുക്ക് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞില്ലേ, ഒരു ലൈറ്റൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലൈറ്റ് അവിടെ ഇരുട്ടായതുകൊണ്ടേ ഇതൊന്ന് താഴെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കും വെളിച്ചം കിട്ടുകയുള്ളൂ. ആ പിന്നൊക്കെ ഊരാനുള്ളതുകൊണ്ട് കറക്റ്റായിരിക്കണം അതിനകത്ത്. അപ്പോൾ ലൈറ്റ് അവിടെ ഇരുന്നോട്ടെ, ശകലം വെളിച്ചം വേണം. അപ്പോൾ നമ്മൾ ഇനിയത് ഇതാണ് വെഹിക്കിളിൻ്റെ കൺട്രോൾ യൂണിറ്റിൽ നിന്ന് വരുന്ന കേബിൾ. അത് ആക്സിഡൻ്റ് കറക്റ്റ് മുകളിലായിട്ടിരിക്കും. അപ്പോൾ നമ്മളിത് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഇത് കറക്റ്റായിട്ട് ഏത് മേക്കാണ്, ഇതാണ് ജിമിനി, അത് കാണിച്ചിട്ട് തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള പിന്നിൻ്റെ ഇത് കിട്ടും നമുക്ക്. അപ്പോൾ ഇതാണ് ആ കേബിൾ, അതിൻ്റെ കൂടെ വരുന്ന കേബിൾ. ഓക്കെ, ഇതിനകത്ത് ഒരു മെയിലും ഒരു ഫീമെയിലും കാണും. ആദ്യം വെഹിക്കിളിൻ്റെ ആക്സിലേറ്ററിൻ്റെ മുകളിൽ വെഹിക്കിളിൻ്റെ ECU നിന്ന് വരുന്ന കേബിൾ കണക്ട് ചെയ്തത് മുകളിൽ നല്ല പ്രസ് ചെയ്ത് വലിച്ചങ്ങെടുക്കണം. വളരെ ഈസി ആയിട്ടിങ്ങ് വരും. അപ്പോൾ അത് ഫീമെയിലാണ് അതിനകത്ത് ECU നിന്ന് വരുന്നത്. അപ്പോൾ വെഹിക്കിളിൻ്റെ ECU നിന്ന് വന്ന കേബിൾ, നമ്മൾ വലിച്ചെടുത്ത കേബിൾ ഫീമെയിലായിരുന്നു. അപ്പോൾ നമ്മുടെ ത്രോട്ടിൽ കൺട്രോൾ, നമ്മൾ വാങ്ങിയ ത്രോട്ടിൽ കൺട്രോളിൻ്റെ മെയിലും ഫീമെയിലും ഉണ്ട്. അതിൽ നമ്മൾ ഫീമെയിൽ എടുത്തിട്ട് നമ്മുടെ ആക്സിലേറ്ററിൻ്റെ മുകളിൽ മെയിലാണല്ലോ, അപ്പോൾ പിന്നെ അതുകൊണ്ടാണല്ലോ അവിടെ നിന്ന് ഫീമെയിൽ വന്നത്. അപ്പോൾ ഫീമെയിൽ നമ്മൾ അവിടെ കറക്റ്റായിട്ട് ആക്സിലേറ്ററിൻ്റെ മുകളിൽ കുത്തുന്നു. അപ്പം ഇനി ബാക്കിയുള്ളത് വെഹിക്കിളിൽ നിന്ന് വന്ന ഫീമെയിലാണ്. ഇനി ബാക്കി അവിടെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ത്രോട്ടൽ കൺട്രോളറിൽ വന്ന മെയിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് വെഹിക്കിളിൻ്റെ ECU നിന്ന് വന്ന ഫീമെയിൽ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യണം. അതും എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ കാര്യം. ആയിക്കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി മുകളിൽ മാത്രമുള്ള അഡ്ജസ്റ്റ്മെൻറ്റേ ഉള്ളൂ. ഇത് നമ്മൾ ശകലം ഒന്ന് പാക്ക് ചെയ്തൊന്ന് ഡ്രസ്സ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം അകത്തോട്ട് തള്ളി വയ്ക്കുകയാണ്. നാളെ കേബിൾ ടൈയൊക്കെ വെച്ചിട്ട് അത് ക്ലിയർ ചെയ്തോളാം ഞാൻ. ഇനി നമുക്ക് ഡ്രൈവർ ഇൻ്റർഫേസ് യൂണിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതിനാദ്യം ഇതാണ് ഡ്രൈവർ ഇൻ്റർഫേസ് യൂണിറ്റ്. അതിനകത്ത് C കേബിളാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അതിനാദ്യം നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്യണം. പവർ നമ്മൾ വെഹിക്കിളിൻ്റെ ECU നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കണക്ഷൻ, അതിൽ നിന്ന് വെഹിക്കിളിൽ നിന്ന് തന്നെ ECU തന്നെ വന്നോളും. ജസ്റ്റ് ആ കൂടെയുള്ള ആ C വന്നിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പവർ ഓണായി. പിന്നെ അതുണ്ട് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന എക്കണോമി മോഡ്. ഇങ്ങനെ 9 മോഡുണ്ട് നമുക്ക്. ഇത് ഫാക്ടറിയാണ്, ഫാക്ടറി മോഡ്. ഇത് വന്നിട്ട് എന്താണോ സ്റ്റോക്കിലുള്ളത് വരും. വാലി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ പാർക്കിങ്ങിനോ കൊടുക്കുമ്പോഴുള്ളതാണ്. അൾട്ടിമേറ്റ് 9 ഇത് ലോഞ്ച് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് റെസ്പോൺസിനുള്ളതാണ്. നമ്മുടെ ത്രോട്ടലിൻ്റെ ഫാസ്റ്റ് റെസ്പോൺസിനുള്ളതാണ്. അഡാപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കൺട്രോളർ യൂണിറ്റ് തന്നെ സെലക്ട് ചെയ്തോളും ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മളെ ത്രോട്ടിൽ നമ്മൾ എങ്ങനെയാണോ അമക്കുന്നത് അതനുസരിച്ച് അത് തന്നെ സെലക്ട് ചെയ്തോളും എങ്ങനെയാണ് ഏത് രീതിയില ത്രോട്ടിൽ കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അതിനകത്ത് അടുത്ത ഇത് വരുന്നത് എക്കണോമി മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ശകലം മൈലേജ് കിട്ടുന്നതാണ്. ഇത് ആൻറ്റി സ്ലിപ്പാണ് അടുത്തത്. ഇത് വന്നിട്ട് സ്നോ, മഡ് അങ്ങനെയുള്ള ടെറൈനിൽ പോകുമ്പോൾ ഇത് ഫാക്ടറി മോഡാണ്. ഫാക്ടറി മോഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ സ്റ്റോക്കിൽ വരുന്നത് അതനുസരിച്ചാണ്. ഇതാണ് അൾട്ടിമേറ്റ് 9. ഇപ്പോൾ ഇതിനകത്ത് ഒറ്റ സെറ്റിങ്ങേ ഉള്ളൂ. നമുക്ക് ബാക്കി എല്ലാ സെറ്റിങ്ങിലും 1 മുതൽ 9 വരെ നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും മാക്സിമം പെർഫോമൻസ് കിട്ടാനാണ്. അത് നമ്മൾ അമക്കുമ്പോൾ തന്നെ ജസ്റ്റ് അത് അമക്കുമ്പോൾ തന്നെ നമ്മൾ RPM തന്നെയുണ്ട്. ഇപ്പോൾ 1000 ആയിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത ഇത് അമക്കിയിട്ടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്സിലേറ്ററിൽ കാല് കൊടുക്കുമ്പോൾ അറിയാം എൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ്. പോകുന്നുണ്ട്,
ഭയങ്കരമായിട്ട് നല്ലൊരു ഫാസ്റ്റ് റെസ്പോൺസാണ്. ചെറുതായിട്ട് ഞാൻ അമക്കിയിട്ടേ ഉള്ളൂ. അത് ഈ അൾട്ടിമേറ്റ് 9 രണ്ട് ടൈപ്പ് കൺട്രോളറാണ്. ഒന്ന് EVC എന്ന് പറയും, ഒന്ന് evcX എന്ന് പറയും. ഇപ്പം ഞാനെടുത്തത് evcX ആണ്. അതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ്, നമുക്ക് ആപ്പുമുണ്ട്. അതിനകത്ത് ബ്ലൂടൂത്ത് വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഫോണിൽ. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ആപ്പ്. ഇതിലിങ്ങനെ അമക്കുമ്പോൾ ഇത് കണക്റ്റായി. ഇത് കണ്ടില്ലേ, എല്ലാ മോഡും ഇതിനകത്ത് വന്നു. ഇതാണ് U9, ഇത് ആൻറ്റി സ്ലിപ്പ്, ഇത് എക്കോ നമുക്ക് വേണ്ട ഇത്രേ വരുന്നുള്ളൂ. U9 ഇട്ടാൽ ഉണ്ടായി. ഇനി നമുക്ക് ഈ ഫോണ് മൊബൈൽ ഹോൾഡറിൽ തന്നെ വയ്ക്കാം. എന്ന് പറഞ്ഞാൽ അപ്പോൾ എളുപ്പമല്ലേ, നമുക്ക് ഓരോ മോഡും നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ മാറ്റാം. ഇതിപ്പോൾ എക്കോ മോഡാണ് ഞാനിപ്പോൾ അമക്കിയിരിക്കുന്നത്. ഇനിഷ്യൽ ടോട്ടൽ റെസ്പോൺസിന് ഡാമ്പൻ ചെയ്യും. അപ്പോൾ നമുക്ക് ലൂസ് അൺഈവൻ സർഫസ് ഓഫ് റോഡ് ഒക്കെ പോകുമ്പോൾ നല്ലൊരു കൺട്രോൾ കിട്ടും. അഡാപ്റ്റ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ പെഡലിൽ കൊടുക്കുന്ന പ്രഷർ അനുസരിച്ച് അത് തന്നെ ചൂസ് ചെയ്യും സ്പീഡ് ആൻഡ് റെസ്പോൺസ്, ത്രോട്ടൽ റെസ്പോൺസ്. അടുത്ത ലോഞ്ച് മോഡ് എന്ന് പറയും. ലോഞ്ച് മോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അത് ഫാസ്റ്റ് റെസ്പോൺസ് ആയിരിക്കും ത്രോട്ടലിന്. അടുത്തത് വാലേ മോഡാണ്. വാലേ മോഡ് എന്ന് പറയുമ്പോൾ സ്ലോ ആക്സിലറേഷൻ ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എത്ര പെഡലിൽ പ്രഷർ കൊടുത്താലും ത്രോട്ടലിന് ഹാഫ് പ്രഷറേ കിട്ടുള്ളൂ. ഇത് നമുക്ക് വാലേ പാർക്കിന് കൊടുക്കുമ്പോഴും കൺജസ്റ്റഡ് ഏരിയയിൽ നമ്മൾ പാർക്ക് ചെയ്യുമ്പോഴും ഇത് യൂസ് ചെയ്യാം ഈ മോഡ്. അടുത്ത മോഡാണ് ഫാക്ടറി മോഡ്. ഫാക്ടറീസ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ജിംനിക്ക് സുസുക്കി എന്താണോ കൊടുത്തിട്ടുള്ളത് അതേ സ്റ്റോക്ക് പെർഫോമൻസ് ആയിരിക്കും അതിനകത്ത് കിട്ടുന്നത്. അടുത്തത് അൾട്ടിമേറ്റ് മോഡാണ്. ഇതിനകത്ത് എൻഹാൻസ്ഡ് ത്രോട്ടൽ റെസ്പോൺസാണ് അവർ തരുന്നത്. അതിനകത്ത് 1 മുതൽ 9 വരെ നമുക്ക് തന്നെ ചൂസ് ചെയ്യാം സെറ്റിംഗ്, ഒരു ത്രോട്ടൽ ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ട്. ഇതാണ് ഏറ്റവും പവർഫുൾ മോഡ് എന്നാണ് അൾട്ടിമേറ്റ് 9 എന്നാണ് ആ മോഡിൻ്റെ പേര്. അത് വന്നിട്ട് നമുക്ക് ഇഞ്ചിൻ്റെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും വിത്ത് ഹയ്യസ്റ്റ് ത്രോട്ടൽ കൺട്രോൾ. നല്ല അത്രയും പവറിലാണ് അത് കിട്ടുന്നത്. അത് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ RPM കയറിയാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോഴും ഈ അൾട്ടിമേറ്റ് 9 ഈ അൾട്ടിമേറ്റ് മോഡൊക്കെ നമുക്ക് ഒരു ലാഗും ഇല്ലാതെ തന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും. വലിയ അഡ്വാൻറ്റേജാണ് അത്. നമ്മുടെ പ്രത്യേകിച്ച് ഈ ജിംനിയിൽ 1.5 ലിറ്ററിൻ്റെ എഞ്ചിനാണല്ലോ. അപ്പോൾ ചെറിയ ലാഗ് ഉണ്ട് അതിന്. ഒരു 1 to 2 സെക്കൻഡ് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തുന്ന ഒരു റെസ്പോൺസിന് ഒരു ചെറിയ ലാഗ് കാണും. അടുത്ത മോഡാണ് ആൻറ്റി സ്ലിപ്പ് മോഡ്. ഇത് വന്നിട്ട് സ്മൂത്ത് ആക്സിലറേഷൻ ആയിരിക്കും. ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വെറ്റ് ആൻഡ് സ്ലിപ്പറി സർഫസസ് എന്ന് പറഞ്ഞാൽ മഡ്, ഐസ്, ഇവിടെയൊക്കെ പോകുമ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിനും 1 മുതൽ 9 വരെയുള്ള സെറ്റിംഗ് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഇതുവരെ 8 മോഡിനെ പറ്റി പറഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞു 9 മോഡുണ്ടെന്ന്. അതിൽ 9ാമത്തെ മോഡാണ് ലോക്ക് ആൻഡ് അൺലോക്ക് മോഡ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് മോഡാണ്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ആൻറ്റി തെഫ്റ്റായിട്ടും അൺഓതറൈസ്ഡ് യൂസും അവോയ്ഡ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആ ലോക്ക് എന്നുള്ള ഇത് അമക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രൈവർ ഇൻ്റർഫേസ് യൂണിറ്റ് ഉണ്ടല്ലോ, ആ USB-C നമ്മൾ കണക്ട് ചെയ്താൽ ആ USB അതിൽ നിന്ന് അഴിച്ചിട്ട് നേരെ ആ സാധനം എടുത്ത് നമ്മൾ പോക്കറ്റ് ഇട്ടിട്ട് നമുക്ക് പോകാം. പിന്നെ ആ ത്രോട്ടിൽ റെസ്പോൺസേ ചെയ്യില്ല. അപ്പോൾ ഇത് ഒരു ഭയങ്കര, അത് നമുക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാനും പറ്റും. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓപ്പറേഷനിലാവും. ഇത് നല്ലൊരു ആൻറ്റി തെഫ്റ്റ് അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് യൂസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡാണ്. അപ്പോൾ ഇൻസ്റ്റലേഷൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഇതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളും ഞാൻ ഓടിച്ച് നോക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നാലേ പറ്റും. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം. അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ ഓട്ടോ മാനുവൽ അതും കൂടെ സെലക്ട് ചെയ്യണം ഈ കൺട്രോളറിൽ. അതും ഞാൻ എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.